നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ഇറാനെ ഒറ്റയ്ക്ക് ആക്രമിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. വ്യോമാക്രമണങ്ങളും വലിയ ആക്രമണങ്ങളും അമേരിക്ക നിർത്തിവെക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇസ്രായേലിന്റെ ഒറ്റയ്ക്കുള്ള നീക്കം. തങ്ങളുടെ സുരക്ഷയ്ക്ക് ബാധകമാകുന്ന തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായാൽ ആരെയും എതിർക്കാൻ തങ്ങൾക്ക് മടിയില്ല. അതായത് അമേരിക്കയെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരോടുള്ള വിശദീകരണം. ഇതിനിടയിൽ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കുമില്ലെന്ന് ഇറാൻ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ വലിയ അഴിച്ചുപണി സംഭവിക്കുന്നു. മൊജ്തബ ഖമനയി നേരിട്ട് പല വിഷയങ്ങളിലും ഇടപെടുന്നു. അങ്ങനെ പശ്ചിമേഷ്യയിൽ ഒരു ഭാഗത്ത് സമാധാനം എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് അമേരിക്കയ്ക്ക് ഹിതകരമല്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കുകയാണ്. വിശദമായി തന്നെ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. ആദ്യം തലക്കെട്ടുകൾ. ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ട്രംപ്. 50 വർഷത്തിനിടെ ഇറാൻ കൊലപ്പെടുത്തിയ പ്രതിഷേധക്കാരുടെ കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം നൽകണം. 5 മാസത്തിനിടെ മാത്രം കൊല്ലപ്പെട്ടത് 52,000 പേരെന്നും ട്രംപ്. ഇനിയുള്ള ചർച്ചകളിൽ ഈ ആവശ്യം ഉൾപ്പെടുത്തുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. യുഎസിനോട് ഇനി വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ ഇറാൻ. സൈന്യത്തെയും ഉടച്ചുവാർത്ത് മൊജ്തബ. ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഇനിയൊരു ചർച്ചയ്ക്കുമില്ലെന്നും ഇറാൻ. ട്രംപിന് ഇറാനുമായി ഡീലിലെത്താൻ കഴിയില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. നാവിക ഉപരോധം ഉൾപ്പെടെയുള്ള സൈനിക നടപടികൾ പൂർണ്ണമായും പിൻവലിക്കാതെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ലെന്നും നിലപാട്. അമേരിക്കൻ നിലപാട് തള്ളി ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ആവശ്യമെങ്കിൽ ആരെയും എതിർക്കുമെന്ന് നെതന്യാഹു. അമേരിക്കയുടെ പിന്തുണ കാത്തുനിൽക്കാതെ ഇറാനെതിരെ ഒറ്റയ്ക്ക് സൈനിക നടപടിക്കും തയ്യാർ. പശ്ചിമേഷ്യയിൽ ക്രൂഡ് ഓയിൽ ഉൽപാദനം പരിമിതമായത് അമേരിക്കയ്ക്ക് കനത്ത അടി. കരുതൽ എണ്ണശേഖരം 298.7 ദശലക്ഷം ബാരലിലേക്ക് കൂപ്പുകുത്തി. 1983 ശേഷമുള്ള ഏറ്റവും താഴ്ച. ശേഖരത്തിൽ നിന്ന് 172 ദശലക്ഷം ബാരൽ എണ്ണ പൊതുവിപണിയിലേക്ക് മാറ്റാൻ ഉത്തരവിട്ട് ട്രംപ്. ചൈനയുടെ ചാരക്കണ്ണുകൾ ബ്രിട്ടനിലും. ബ്രിട്ടീഷ് രഹസ്യങ്ങൾ ചോർത്തി രഹസ്യാന്വേഷണ ഡ്രോണുകളുടെ ചൈനീസ് നിർമ്മിത ക്യാമറകൾ. ബെയ്ജിംഗിലെ സെർവറിലേക്ക് വിവരങ്ങൾ അയച്ചതായി റിപ്പോർട്ട്. സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ച് UK. എൽനിനോ പ്രതിഭാസം സമുദ്രതാപനത്തെയും ബാധിക്കുന്നു. ജൂലൈ മാസത്തിൽ ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിൽ എക്കാലത്തെയും ഉയർന്ന താപനില. ശരാശരി ഉപരിതല താപനില കഴിഞ്ഞ മാസം 20.96 ഡിഗ്രി സെൽഷ്യസ് 2023 രേഖപ്പെടുത്തിയ 20.89 ഡിഗ്രി സെൽഷ്യസ് മറികടന്നു. ഈ ആഴ്ച UK-യിൽ ഈ വർഷത്തെ 5ാമത്തെ ഉഷ്ണതരംഗം ഉണ്ടായേക്കാമെന്നും കാലാവസ്ഥാ കേന്ദ്രം. NCP ശരത് പവാർ വിഭാഗം NDA-യിലേക്കെന്നുള്ള അഭ്യൂഹം ശക്തം. MP-മാർ പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുലെയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ കണ്ടു. NDA സഖ്യത്തിലേക്ക് മാറുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ച് MP-മാർ. ഇന്ത്യൻ ബോക്സ് ഓഫീസ് വലയിട്ട് പിടിച്ച് സ്പൈഡർമാൻ. രാജ്യത്ത് മാത്രം കളക്ഷൻ 500 കോടി കടന്നു. ബുക്ക് മൈ ഷോയിൽ നിലവിൽ മണിക്കൂറിൽ 60,000 ടിക്കറ്റിന് മുകളിൽ ബുക്കിംഗ്. ഭൂചലനത്തിൽ വിറച്ച് പടിഞ്ഞാറൻ കൊളംബിയ. മരണം 132ആയി. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. 100ഓളം പേരെ കാണാതായി. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത. രാജ്യത്ത് അടിയന്തരാവസ്ഥ. പാർലമെന്റിൽ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. ഡൽഹി സമരത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിക്കുമെന്ന് കേന്ദ്രം. പൊതുവിഷയങ്ങൾ കേൾക്കാൻ താൽപര്യമില്ലെന്ന് രാഹുൽ ഗാന്ധി. പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് രാഹുലിന്റെ ശ്രമമെന്ന് JP നഡ്ഡ. അർജുൻ ആയങ്കിക്കെതിരെ നിയമ നടപടികൾ വേഗത്തിലാക്കി പോലീസ്. ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. ആയങ്കിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്ത ലാപ്ടോപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും അന്വേഷണ സംഘം. വിദ്വേഷ പരാമർശത്തിൽ ജാമ്യം ലഭിച്ച TG മോഹൻദാസ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. മോഹൻദാസിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും വിശദമായി പരിശോധിക്കാൻ നീക്കം. ചോദ്യം ചെയ്യൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ.
കടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. പുല്ലുവിള സ്വദേശി ജോണും മുതലപ്പുഴ സ്വദേശി ഷിജിനും നീണ്ടകര സ്വദേശി ഗൗതം കൃഷ്ണനെയും കാണാതായിട്ട് ഇന്ന് 12 ദിവസം. നേവിയും സ്കൂബ ഡൈവിംഗ് സംഘവും കോസ്റ്റ് ഗാർഡും രംഗത്ത്. ആസൂത്രണ ബോർഡിലെ നിയമന തട്ടിപ്പിലെ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരായ PSC ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. പരീക്ഷാരേഖകൾ ഉദ്യോഗാർത്ഥി കൈമാറരുതെന്ന് ആവശ്യം. വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. 17 ഫൈനൽ റിപ്പോർട്ടുകൾ വിജിലൻസ് കോടതികളിൽ സമർപ്പിച്ചുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഫണ്ട് വകമാറ്റവും ദുരുപയോഗവും കണ്ടെത്തിയ പുൽപ്പള്ളി, റാന്നി, മാനന്തവാടി കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ അനുമതി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇറാനെതിരെയുള്ള ആക്രമണം മയപ്പെടുത്താനും മിസൈൽ ആക്രമണമടക്കം അവസാനിപ്പിക്കാനും ഹോർമുസ് തുറക്കാൻ സമ്മതിച്ചാൽ പൂർണ്ണമായും ആക്രമണം നിർത്താനും അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിച്ചു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വന്നിരുന്നു. അതായത് തങ്ങളുടെ ലക്ഷ്യങ്ങളൊന്നും പൂർത്തീകരിക്കാതെ അമേരിക്ക യുദ്ധത്തിൽ നിന്ന്, ആക്രമണത്തിൽ നിന്ന് പിന്മാറുന്ന പശ്ചാത്തലം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. അതിന് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അമേരിക്കയുടെ ആയുധക്ഷാമം, ലോകമെമ്പാടും അനുഭവപ്പെടുന്ന ഓയിൽ റിസർവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദമൊക്കെ പ്രധാനമാണ്. ഇവിടെ ഇപ്പോൾ അമേരിക്കയൊപ്പം യുദ്ധം ആരംഭിച്ച ഇസ്രായേൽ ആകട്ടെ ഒറ്റയ്ക്ക് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കത്തിലാണ് എന്നതാണ് ഏറ്റവും പ്രധാന പദ്ധതികൾ. ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളോ ആണവായുധമുണ്ടാക്കാനോ ഇറാനെ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ ഈ തരത്തിൽ ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് ഓപ്പറേഷൻ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമെങ്കിൽ ആരെയും എതിർക്കുമെന്നാണ്, അത് വേണമെങ്കിൽ അമേരിക്കയും ആകാമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. ഏതായാലും വാഷിംഗ്ടൺ ഏതാണ്ട് കരാറിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ പോലും അമേരിക്കയുടെ പിന്തുണയെ കാത്തു നിൽക്കാതെ ഇറാനെതിരെ ഒറ്റയ്ക്ക് യുദ്ധം നടത്താനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി എന്നാണ് മനസ്സിലാകേണ്ടത്. കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരെ കണ്ട ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ യുദ്ധത്തിൻ്റെ ഭാവം മാറുന്നു. അമേരിക്ക ഇസ്രായേൽ സഖ്യം അത് ഉലയുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇസ്രായേലിന് ഭീഷണിയാകുന്ന രീതിയിൽ എന്ത് സംഭവിച്ചാലും ആരെയും എതിർക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടാകുന്നത്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ചർച്ചകൾ ഒരു ഭാഗത്ത് അമേരിക്കയുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നു, മധ്യസ്ഥരുണ്ട്. പക്ഷേ ഇപ്പോൾ സൈലൻ്റായിരിക്കുന്ന ഇസ്രായേൽ എപ്പോൾ വേണമെങ്കിലും ഇറാനെ ആക്രമിക്കാം എന്നാണ് ഇപ്പോഴത്തെ നില. അങ്ങനെ കരുതണം. രഞ്ജിത്ത്, ട്രംപ് വഞ്ചിച്ചു എന്ന് തന്നെയാണ് നെതന്യാഹുവിൻ്റെ വികാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വികാരപ്രകടനങ്ങളെല്ലാം തന്നെ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അദ്ദേഹം ക്യാബിനറ്റിൽ അസന്നിഗ്ധമായി പറയുകയും ചെയ്തു, അമേരിക്ക ഇല്ലെങ്കിൽ അവർ പൊയ്ക്കോട്ടെ, യുദ്ധവുമായി മുന്നോട്ട് തന്നെ ഇസ്രായേൽ എന്ന ഒരു വലിയ വെല്ലുവിളി, അങ്ങനെ ഒരു പ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുകയാണ് നെതന്യാഹു. ഇപ്പോൾ അങ്ങനെ ഒരു പദ്ധതി കൂടി ആ യുദ്ധത്തിന് വേണ്ടിയുള്ള, ഇപ്പോൾ നേരത്തെ നമ്മൾ ഓപ്പറേഷൻ ഫ്യൂരി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അവർ അവരുടേതായ സ്വന്തം പദ്ധതിയുമായി പോകുന്നു. ബ്ലൂ ആൻഡ് വൈറ്റ് എന്ന പേരിൽ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക്, അതാണ് ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്നത്. ആ തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആയുധത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്വന്തം നിലയിൽ തന്നെ ഇപ്പോഴുള്ള ആയുധശേഷി വെച്ച് ഇറാനെ ആക്രമിച്ചില്ലാതാക്കുക എന്ന ഒരു നിലയിലേക്ക് പോകുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയമായ ചില തീരുമാനങ്ങൾ കൂടി ഇതിന് പിറകിലുണ്ട് എന്നത് തന്നെയാണ്. അടുത്ത ഒക്ടോബറിൽ ഇസ്രായേലിൽ പൊതു തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ച് തൻ്റെ കസേര സുരക്ഷിതമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു മെല്ലെപ്പോക്ക് നടത്തിയാൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിന്നാക്കം പോയാൽ അത് തീവ്ര നിലപാടുകാർക്ക് ഊർജം പകരുന്നതാകും. നെതന്യാഹുവിൻ്റെ തുടർന്നുള്ള ഭാവി അനിശ്ചിതത്വത്തിലാകും. അവിടെയാണ് നെതന്യാഹു ട്രംപിനെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഒരു വഞ്ചക പരിവേഷം നൽകുന്നത്. 5 മാസം പിന്നിടുന്നു, 4 ആഴ്ച കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ് ഇസ്രായേലിനെയും കൊണ്ട് യുദ്ധത്തിന് പോകുന്നു. അതിനുശേഷം അമേരിക്കൻ സേന പലപ്പോഴും ഒരു മന്ദഗതിയിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. മാത്രമല്ല അവരുടെ ഭാഗത്ത് നിന്ന് സമാധാന ചർച്ചകൾ ഉണ്ടാകുന്നു, അങ്ങനെ എഗ്രിമെൻറ്റുകൾ ഒപ്പിടുന്നു. ഇതൊന്നും തന്നെ നെതന്യാഹുവിനെ വിശ്വാസത്തിലെടുത്തോ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയോ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചോ അല്ല അമേരിക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. പലപ്പോഴും നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിലുള്ള എതിർപ്പുകൾ, വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ഉരസൽ ഇപ്പോൾ തുടങ്ങുന്നതല്ല, ആ ഉരസലിന്റെ പാരമ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതായത് ഈ ട്രംപും നെതന്യാഹുവുമായുള്ള ഇടയ്ക്കുള്ള ചർച്ചകളിൽ ട്രംപ് വല്ലാതെ നെതന്യാഹുവിനോട് കോപിഷ്ഠനായെന്നും ശാസിച്ചു എന്നുമൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത് മാത്രമല്ല, നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ പ്ലാൻ ചെയ്തതാണ് ഇറാൻ അറ്റാക്ക്, വളരെ വേഗം അത് അവസാനിപ്പിക്കാം എന്ന് ട്രംപും വിശ്വസിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ട്രാപ്പിൽ ട്രംപ് പെടുകയാണ്. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാനും സാധിക്കുന്നില്ല, വലിയ നഷ്ടമുണ്ടാകുന്നു, ചിലവ് മൊത്തം അമേരിക്കയ്ക്കാണ്. അത് ആ രാജ്യത്ത് തന്നെ വലിയ എതിർപ്പിന് കാരണമാകുന്നു. ഏറ്റവും ഒടുവിൽ ട്രംപ് പിന്മാറാൻ പോകുമ്പോൾ
നെതന്യാഹു വീണ്ടും കടുപ്പിക്കുന്നു. അങ്ങനെ ആകപ്പാടെ വലിയ ആശയക്കുഴപ്പത്തിലും പ്രതിസന്ധിയിലുമാണ് രണ്ടു രാജ്യങ്ങളുമെന്നും കരുതാം. വിനോദ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. കാരണം $7 ബില്യൺ ആയുധങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേലിന് അമേരിക്ക നൽകിയത്. കാരണം ഇവരുടെ ഏതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ ഒറ്റയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അവിടെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ബ്ലൂ ആൻഡ് വൈറ്റ് ഓപ്പറേഷൻ എന്ന തലത്തിൽ കാര്യങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ഇപ്പോൾ നെതന്യാഹു നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ട്രംപിനെ നിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഗാസ കരാറുമായി സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ട്രംപിനെ പൂർണ്ണമായും നിഷേധിക്കുന്ന തള്ളുന്ന ഒരു രീതിയിലേക്ക് നെതന്യാഹു എത്തിയൊരു പശ്ചാത്തലം ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷെ നമുക്കറിയാം സാങ്കേതിക വിദ്യയിലൊക്കെ ഏറെ മുൻപിലുള്ള രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ആക്രമിക്കുക എന്നുള്ളത് വളരെ നിർണായകമായ കാര്യമാണ്. കാരണം കുറച്ചുകൂടി അമേരിക്കക്കാളും ഇറാനെ ആക്രമിക്കാൻ ഭൂമിശാസ്ത്രപരമായ സാധ്യതകളുള്ളതും ഇസ്രായേലിനാണ്. വിനോദ്, തുടരാം. രഞ്ജിത്ത്, തീർച്ചയായും ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഇസ്രായേലിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഒക്ടോബറിലാണ് ഈ തിരഞ്ഞെടുപ്പ് വരുന്നത്. ഈ സമയത്ത് തൻ്റെ കസേര സുരക്ഷിതമാക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നെതന്യാഹുവിന് മുന്നിലുള്ളത്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് അങ്ങനെ കൈവിട്ട കളിക്ക് പോകാൻ കഴിയില്ല. $7 ബില്യൺ സഹായം ഇതിനകം തന്നെ ഏറ്റവും ഒടുവിൽ ആയുധമായി ഇസ്രായേലിന് നൽകി കഴിഞ്ഞു. ഇതേ സംബന്ധിച്ച് അമേരിക്കയിൽ വലിയ എതിർപ്പുണ്ട്. വലിയ തോതിൽ ഇങ്ങനെ ഇസ്രായേലിന് വേണ്ടി പണം ചെലവാക്കുന്നത് എന്തിനാണ്? അമേരിക്കയുടെ ബജറ്റിൻ്റെ ഈ യുദ്ധ അല്ലെങ്കിൽ ആയുധ ബജറ്റിൻ്റെ വലിയൊരു ശതമാനം ഇങ്ങനെ ഇസ്രായേലിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ഓരോ വർഷവും ഇങ്ങനെ ഇസ്രായേലിന് അമേരിക്ക ആയുധം നൽകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിഹിതമാണ് ഈ നൽകിയത് $7 ബില്യൺ. അത് ഇനിയും അങ്ങനെ നൽകേണ്ടി വരും. ഇതൊക്കെ തന്നെ അമേരിക്കയ്ക്ക് ബാധ്യതയാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇതിലൊരു മെല്ലെപ്പോക്ക് നടത്തുന്നത്. മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ അത്ര തന്നെ ആവേശം ഇക്കാര്യത്തിലില്ല. ഇസ്രായേലിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ കൂടി മൊസാദ് ഉൾപ്പെടെ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഈ യുദ്ധത്തിന് കൈകോർത്ത് മുന്നോട്ടിറങ്ങുന്നത്. പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് ട്രംപിന് മനസ്സിലാകുന്നു. ആയുധ ശേഖരത്തിൽ വലിയ കുറവുണ്ടാകുന്നു. മിസൈലുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുന്നു. അവരുടെ F-35 വിമാനങ്ങൾ തന്നെ പലയിടങ്ങളിലായി തകർന്നു വീഴുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇതെല്ലാം തന്നെ അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്ക നടത്തുന്ന ഒരു യുദ്ധമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വികാരമല്ല പൊതുവിൽ അമേരിക്കയിൽ നിലനിൽക്കുന്നത്. നെതന്യാഹുവിൻ്റെ വ്യക്തി താല്പര്യങ്ങൾ കൂടി ഇതിനകത്ത് വരുന്നു എന്നത് തന്നെയാണ് അമേരിക്കയെ മറച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നെതന്യാഹു ആകട്ടെ വെല്ലുവിളിയുടെ സ്വരത്തിലാണ്. അതായത് അമേരിക്ക പോകുന്നെങ്കിൽ പൊക്കോട്ടെ, ഒറ്റയ്ക്ക് ഈ യുദ്ധവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. ആരില്ലെങ്കിലും സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ താൻ ബാധ്യസ്ഥനാണ് എന്ന് പറയുമ്പോൾ ട്രംപിനോട് പൊയ്ക്കോളൂ എന്ന് തന്നെയാണ് പറഞ്ഞവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അങ്ങനെയുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. രഞ്ജിത്ത് പറഞ്ഞു വന്ന മറ്റൊരു കാര്യമുണ്ട്. നേരത്തെ തന്നെ ഈ സമാധാന കരാർ വരുന്ന സമയത്ത് ലെബനിലേക്ക് ആക്രമണം ഉണ്ടാകരുത് എന്നതായിരുന്നു ഇറാൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ഈ കരാറിൽ ഒപ്പുവെച്ച് ആ മഷി ഉണങ്ങുന്നതിന് മുൻപ് തന്നെ ലെബനിലേക്ക് തുടരെ മിസൈൽ ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അവിടെ 35 ആളുകൾ 5 ദിവസങ്ങളിലായി കൊല്ലപ്പെട്ടു. അപ്പോൾ തന്നെ ട്രംപ് ടെലിഫോണിൽ നെതന്യാഹുവിനെ ബന്ധപ്പെട്ടതാണ് ഈ പോരാട്ടം തുടങ്ങിയ സമയത്ത് തന്നെ. എന്നിട്ട് ഭ്രാന്തൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ട്രംപ് നെതന്യാഹുവിനെ വിശേഷിപ്പിച്ചത്, നേരിട്ട് തന്നെ ഈ സംഭാഷണത്തിൽ വിശേഷിപ്പിച്ചത് താനൊരു ഭ്രാന്തനാണ് എന്ന വാക്കാണ്. അങ്ങനെയാണ് പിന്നീട് വാർത്തകൾ പുറത്തു വന്നത്. അതിനുശേഷം നെതന്യാഹു നേരിട്ട് അമേരിക്കയിലേക്ക് പോകുന്നു, ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അവിടെ ചില ഫോട്ടോ സെഷനിൽ നെതന്യാഹുവിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ട്രംപ് അവിടെ ചില നീക്കങ്ങൾ നടത്തുന്നു. അതായത് ഒരുമിച്ച് ചിത്രമെടുക്കാൻ പോലും ട്രംപിന് താല്പര്യമില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ ആ ഘട്ടത്തിൽ പുറത്തു വന്നു. അങ്ങനെ ട്രംപും നെതന്യാഹുവും രണ്ട് വഴിക്ക് പോവുകയാണ്. ഇറാനെ സംബന്ധിച്ച് ആണെങ്കിൽ അവർക്ക് ഇപ്പോൾ സൈനിക ശേഷി കൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് തുടർന്നുള്ള വാർത്തകളിൽ അത് പരിശോധിക്കാം. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട ഒന്ന്. പക്ഷെ അതിനിടയിൽ മറ്റൊരു പ്രധാനമായ ഒരു വാർത്ത പുറത്തു വരുന്നത്, നമുക്കറിയാം ട്രംപ് കഴിഞ്ഞ കുറേ ദിവസമായി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒരു സമാധാന പ്രിയനായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഇനിയൊരു ചർച്ചയ്ക്കുമില്ല എന്ന് ഇപ്പോൾ സ്വരം കടുപ്പിക്കുകയാണ് ഇറാൻ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരികയാണ്. 2029 ജനുവരി 29 വരെയാണ് പ്രസിഡന്റ് പദത്തിൽ ട്രംപിന്റെ കാലാവധി. അത് തീരും വരെ ഇറാൻ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നാണ് പാർലമെന്റ് കാര്യ സ്പീക്കർ, അവിടുത്തെ ശക്തനായ നേതാവ് കൂടിയായ മുഹമ്മദ് ഖാലിഗാഫ് വ്യക്തമാക്കുന്നത്. ട്രംപ് പോട്ടെ, അടുത്ത പ്രസിഡന്റ് വരട്ടെ, എന്നിട്ടാകാം ചർച്ച എന്നാണ് ഇപ്പോൾ ഇറാന്റെ നിലപാട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇറാനുമായി ഡീലിലെത്താൻ ഒരിക്കലും അമേരിക്ക കഴിയില്ല എന്ന് പറയുമ്പോൾ US-ഉമായി ഇറാൻ ചർച്ച നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ വിദേശകാര്യമന്ത്രി പൂർണ്ണമായും തള്ളുന്ന ഒരു പശ്ചാത്തലം കൂടി ഒരുങ്ങി വരികയാണ്.
ഇടനിലക്കാർ വഴി ഭാഗികമായ ചർച്ചകൾ മാത്രം തുടരുന്നുണ്ട് എന്നും നേരിട്ട് ചർച്ചയില്ല എന്നും അബ്ബാസ് അരഗ്ചിയും വ്യക്തമാക്കുന്നു. അത് മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹോർമുസ് തുറക്കണമെങ്കിൽ ഇപ്പോൾ തങ്ങൾക്ക് എതിരെയുള്ള നാവിക ഉപരോധമടക്കം പൂർണ്ണമായും പിൻവലിക്കാതെ അക്കാര്യത്തിലും അനുരഞ്ജനമില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയാണ് ഇറാൻ. അതാണ് ഇറാൻ സ്വരം കടുപ്പിക്കുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട വിവരം. വിനോദ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഒരു തരത്തിലുമുള്ള അനുരഞ്ജനത്തിലില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ട്രംപും അമേരിക്കയും വെട്ടിലാവുകയാണ്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്ന ലക്ഷ്യം അത് പൂർത്തീകരിക്കുന്നതിലും അനിശ്ചിതത്വമാണ്. തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. അമേരിക്കയെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ആയുധ ശേഖരത്തിലെ കുറവ്. മിസൈലുകൾ ഉൾപ്പെടെ ഗണ്യമായി അവർക്ക് നഷ്ടപ്പെടുന്നു. F-35 വിമാനങ്ങളുടെ തകർച്ച, ഇതെല്ലാം തന്നെ അമേരിക്കയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. മാത്രമല്ല, ഇസ്രായേലിനെ കൂടി സഹായിക്കേണ്ട ബാധ്യത, നേരത്തെ പറഞ്ഞതുപോലെ $7 ബില്യൺ ആയുധങ്ങൾ നൽകുന്നു. മാത്രമല്ല, ആഗോളതലത്തിലുണ്ടാകുന്ന എണ്ണ പ്രതിസന്ധി, ഇത് മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്കുൾപ്പെടെ മാറ്റിക്കൊണ്ട് അമേരിക്ക ഒരു തീരുമാനമെടുത്തത്. അങ്ങനെ പല രാജ്യങ്ങൾക്കും ഇളവ് നൽകേണ്ട നിലയിലേക്ക് അമേരിക്ക പോകുന്നു. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരത്തെ ഏർപ്പെടുത്തിയ തീരുവകളിൽ ഇളവ് വരുത്താൻ ട്രംപ് അങ്ങനെ ഒരു സമ്മർദ്ദത്തിലേക്ക് പോവുകയാണ്. അവിടെയൊക്കെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ വലിയ സമ്മർദ്ദമുണ്ട്. പ്രത്യേകിച്ച് നാറ്റോയിൽ സഖ്യരാജ്യമാണ് അമേരിക്ക. യൂറോപ്യൻ രാജ്യങ്ങളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ ഹോർമൂസിൽ മാത്രമല്ല, ചെങ്കടലിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ എണ്ണയുടെ സഞ്ചാരം അല്ലെങ്കിൽ ആ കപ്പലുകളുടെ സഞ്ചാരം പൂർണ്ണമായി തടസ്സപ്പെടുന്നു. ഇതെല്ലാം തന്നെ എല്ലാ രാജ്യങ്ങളിലും വിലക്കയറ്റം ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ബാധ്യത വന്നു വീഴുന്നത് ട്രംപിന് മേലേക്കാണ്. ലോകത്തിന് മുന്നിൽ അങ്ങനെ ഒരു പ്രതിച്ഛായയിലേക്ക് പോകുന്നത് ട്രംപ് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഏത് വിധേനയും ഹോർമുസ് തുറക്കുക എന്നൊരു നിലയിലേക്ക് ട്രംപ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ്, അതായത് പഴയ ആവശ്യമായ ആണവായുധങ്ങൾ നിർമ്മാണത്തിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോകേണ്ട, യുറേനിയം സമ്പുഷ്ടീകരണം വേണമെങ്കിൽ തുടരാം, ഹോർമുസ് തുറന്നാൽ മാത്രം ഈ കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കാം എന്ന നിലപാടിലേക്ക് ട്രംപ് എത്തിയിരിക്കുകയാണ്. തീർച്ചയായും അവിടെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹു ട്രംപിനെ ഒരു വഞ്ചക പരിവേഷം കൊടുത്ത് ഇപ്പോൾ ഒറ്റയ്ക്ക് യുദ്ധത്തിന് പുറപ്പെടുന്നത്. തന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നൊരു വികാരം നെതന്യാഹു പങ്കുവയ്ക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ച് ഇറാനിലെ നേതാക്കളെയും അദ്ദേഹം അങ്ങനെ കടുത്ത ഭാഷകൾ ഉപയോഗിച്ച് വിമർശിച്ചിരുന്നു, അല്ലെങ്കിൽ മോശം പദങ്ങൾ ഉപയോഗിച്ചിരുന്നു. അത് നെതന്യാഹുവിന് നേരെയും ട്രംപ് ഉപയോഗിച്ചു. അതായത് സഖ്യരാജ്യമെന്നോ ശത്രുരാജ്യമെന്നോ ഇല്ല, ട്രംപിൻ്റെ താല്പര്യങ്ങൾ നോക്കുന്നു. ഇപ്പോൾ ട്രംപ് ഇറാനോട് പറയുന്നത്, നിങ്ങൾ ഹോർമുസ് തുറക്കൂ, മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, ആണവ നിർവ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, നിങ്ങൾ ഹോർമുസ് തുറന്നാൽ മാത്രം മതി, നിങ്ങളുടെ തുറമുഖങ്ങളുടെ ഉപരോധം മാറ്റിത്തരാം, ഇറാൻ്റെ തുറമുഖങ്ങൾ സുഗമമായി പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കാം, ഘട്ടം ഘട്ടമായി ഈ മരവിപ്പിച്ചിരിക്കുന്ന വസ്തുവകൾ ഇറാന് തിരിച്ചു നൽകുക. അങ്ങനെ വളരെ വലിയ അല്ലെങ്കിൽ ഒരു ലളിതമായ ചില നിർദ്ദേശങ്ങളുമായി, ഇറാന് വലിയ തരത്തിൽ ബുദ്ധിമുട്ടില്ലാത്ത ചില നിർദ്ദേശങ്ങളുമായി ട്രംപ് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇറാൻ അവിടെ കാര്യങ്ങൾ ഒന്നുകൂടി കടുപ്പിക്കുകയാണ്. ഇറാൻ പറയുന്നതാകട്ടെ, ഏറ്റവും ഒടുവിൽ ഈ ഉപരോധത്തിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള അവരുടെ നിക്ഷേപം ഏതാണ്ട് $24 ബില്യൺ നിക്ഷേപമുണ്ട്. അത് ഏറ്റവും ഒടുവിൽ മരവിപ്പിച്ചതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ തിരികെ നൽകണം. മാത്രമല്ല, ഈ യുദ്ധക്കെടുതി ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെയൊക്കെ തന്നെ നഷ്ടപരിഹാരം ലഭിക്കണം എന്ന കാര്യമൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഇറാൻ അങ്ങനെ കാര്യങ്ങൾ ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ്. മാത്രമല്ല, ചില പരിഹാസങ്ങൾ കൂടിയുണ്ട്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ ട്രംപിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. 2029 തുടക്കമാകുമ്പോൾ അടുത്ത പ്രസിഡന്റ് വരും. ആ സമയത്ത് ആ പ്രസിഡന്റുമായി സംസാരിക്കാം, അല്ലാതെ ട്രംപിനോട് സംസാരിച്ച് സമയം കളയേണ്ടതില്ല എന്ന കാര്യമാണ് ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഖലിബാഫ് മാത്രമല്ല, അത് അരഗാച്ചി ആകട്ടെ, പെസഷ്കിയാനാകട്ടെ, ഇവരെല്ലാം തന്നെ ഈ ട്രംപിനെ ഒരു കണക്കിന് പരിഹസിക്കുന്ന തരത്തിലേക്ക് കൂടി അവരുടെ വാക്കുകൾ മാറുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായി. അതായത് US-നോട് ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന കടുത്ത നിലപാടിലേക്ക് ഇറാൻ മാറുന്ന ഒരു പശ്ചാത്തലമാണ്. കഴിഞ്ഞ ദിവസം പ്രതിരോധ സെക്രട്ടറിയെ മാറ്റി ഇറാന്റെ പരമോന്നതമായ ആയത്തുള്ള അലി ഖമനേയി, മുസ്തഫ ഖമനേയി പ്രധാനമായും ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. ഇന്നലെ സൈന്യത്തിന്റെ തലപ്പത്ത് വലിയ അഴിച്ചുപണി നടത്തി. യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും നിർണായക നീക്കമായി ഇത് മാറുകയാണ്. മേജർ ജനറൽ പൈലറ്റ് അലി അബ്ദുല്ലാഹിയെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായി നിയമിച്ചു. ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദിയെ പുതിയ കമാൻഡർ ഇൻ ചീഫായി നിയമിച്ചു. ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റേസ ഖറായി അഷ്ദാനിയെ പുതിയ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫാക്കി. മേജർ ജനറൽ മുഹമ്മദ് പക്പോർ കമാൻഡറാകും. പ്രതിരോധ മന്ത്രിയായി ബ്രിഗേഡിയർ ജനറൽ അസീസ് നാസിർ സാദേഹിനെയും മുസ്തഫ ഖമേനി നിയമിക്കുകയാണ്. ബ്രിഗേഡിയർ ജനറൽ ഖോളെ റസ മെഹ്റാബി സൈന്യത്തിൻ്റെ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആയി. അതായത് ട്രംപിനെ എതിർക്കുന്ന, ട്രംപുമായി ചർച്ചയ്ക്ക് ഒരു തരത്തിലും സന്നദ്ധരാവാത്ത നേതാക്കളാണ്, അല്ലെങ്കിൽ സൈനിക തലവന്മാരാണ് ഇപ്പോൾ തലപ്പത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണണം. അമേരിക്കയുമായി ഒരു അനുരഞ്ജനത്തിനുമില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഈ മുന്നറിയിപ്പ് എന്നതുകൂടി നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഒപ്പം
ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതിന് നഷ്ടപരിഹാരം ഇറാൻ നൽകണം എന്നുള്ള പുതിയ ഡിമാൻഡുമായി ട്രംപ് രംഗത്ത് വരുന്നത് പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. ഈ 5 മാസ യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് US നഷ്ടപരിഹാരം നൽകണമെന്ന ഇറാന്റെ ആവശ്യത്തിന് കൗണ്ടറായാണ് ഇപ്പോൾ ട്രംപ് പുതിയൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതൊരു പക്ഷേ ഈ ചർച്ചകളിൽ ഒരു പുതിയ തലം എത്തിച്ചേക്കാം. അതായത് 52,000-ഓളം ആളുകൾ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാണ് ട്രംപിന്റെ കണക്ക്. അവരുടെ ബന്ധുക്കൾക്ക് ഇറാൻ നഷ്ടപരിഹാരം നൽകണമെന്നുള്ള ആവശ്യവുമായി ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വരികയാണ്. ഇനിയുള്ള ചർച്ചകളിൽ അത് ഉൾപ്പെടുത്തുമെന്ന് പറയുകയാണ്. വിനോദ്, ഇതൊരു പുതിയ കാര്യമാണല്ലോ. ഇറാൻ മുന്നോട്ട് വെക്കുന്ന നഷ്ടപരിഹാരം എന്ന ആവശ്യമുണ്ട്. അതിന് ബദലായി ഇപ്പോൾ ട്രംപ് മറ്റൊരു കാര്യം കൂടി മുന്നോട്ട് വെക്കുകയാണ്. രസകരമായ ആശയമാണ്, ഇതൊരു രസകരമായ ആശയമാണ്, ഞാൻ ഇറാനിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയാണെന്നും മറ്റുമാണ് ട്രംപ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. രഞ്ജിത്ത്, ട്രംപ് ഇറാൻ ഒരു ചെക്ക് വെച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഇതൊരു ചെസ് കളി പോലെയാണ് ഇപ്പോൾ ഈ പലസ്തീനിൽ നടക്കുന്ന സംഘർഷത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഏതാണ്ട് അങ്ങനെ കണക്കാക്കുമ്പോൾ ആ ചെസ് കളിയുടെ ഒരു ഭാഗമായുള്ള പ്രതിരോധം തീർക്കൽ, അങ്ങനെ ഒരു ചെക്ക് വെക്കൽ എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ പ്രസ്താവനയെ കാണേണ്ടത്. ഇറാൻ നഷ്ടപരിഹാരം ചോദിക്കുന്നുണ്ട്. അമേരിക്ക ഈ കരാറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ലഘൂകരിക്കുമ്പോൾ ഇറാൻ ഘടിപ്പിക്കുന്നത് ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടാണ്. തങ്ങളുടെ ഫ്രീസാക്കിയ ആസ്തികൾ ഉണ്ട്, അത് തിരികെ നൽകുക. അതോടൊപ്പം തന്നെ യുദ്ധക്കെടുതിയിൽ പാലങ്ങളും റോഡുകളും എല്ലാം തകർന്നിട്ടുണ്ട്, അതിനുള്ള നഷ്ടപരിഹാരം നൽകുക. ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അമേരിക്കയുടെ ആക്രമണത്തിൽ, അതിനുള്ള നഷ്ടപരിഹാരം നൽകുക. ഇങ്ങനെയുള്ള നഷ്ടപരിഹാരം ചോദിക്കുമ്പോൾ ട്രംപ് അതിന് മറുപടി എന്നോണം പറയുന്നത് ഇത്രയും ഭീമമായ തുക നൽകുന്നതിന് പകരം ഇറാൻ ഇങ്ങോട്ട് നഷ്ടപരിഹാരം തരട്ടെ എന്നൊരു നിലപാടിലേക്കാണ് ട്രംപ് മാറിയത്. ട്രംപ് പറയുന്നത് ഈ 5 മാസത്തിനുള്ളിൽ തന്നെ 55,000 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇറാൻ്റെ ആക്രമണങ്ങളിലും പശ്ചിമേഷ്യൻ സംഘർഷത്തിലുമായി. ഇവർക്കെല്ലാമുള്ള നഷ്ടപരിഹാരം, ഇവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം. അതോടൊപ്പം തന്നെ 2000-ൽ 26 വർഷം മുൻപ് ലെബനൻ തീരത്ത് അമേരിക്കയുടെ USS കോൾ എന്ന ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടു. അതിൻ്റെ നഷ്ടപരിഹാരം പോലും ഇപ്പോൾ ട്രംപ് ചോദിച്ചിരിക്കുകയാണ്. അതായത് 26 വർഷം മുൻപ് നടന്ന ഒരു ആക്രമണത്തിൻ്റെ നഷ്ടപരിഹാരം പോലും ട്രംപ് ചോദിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു എന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും കൗതുകകരമായ കാര്യം. ട്രംപ് പോലും ഇതൊരു പരിഹാസ രൂപേണയാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാനെ പ്രതിരോധത്തിലാക്കുക എന്നത് തന്നെയാണ്. ഇത്രയും ആസ്തി വകകൾ ഇറാൻ ചോദിക്കുമ്പോൾ അവർ തിരികെ നഷ്ടപരിഹാരം നൽകട്ടെ. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായ കാര്യങ്ങൾക്ക്, അതോടൊപ്പം തന്നെ തീർന്ന ആയുധ ശേഖരമുണ്ട്, ഈ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ച പണമുണ്ട്, ഇതിനെല്ലാം ഈ തുക ഇറാൻ തരട്ടെ എന്നാണ് ട്രംപ് പറയുന്നത്. തൽക്കാലം ഇറാൻ്റെ കയ്യിൽ കൊടുക്കാൻ പണമില്ല എന്ന കാര്യം ട്രംപിന് നന്നായി അറിയാം. ഇപ്പോൾ തന്നെ ഈ വിദേശ നാണ്യ ശേഖരത്തിൽ ഇറാൻ്റെ പക്കൽ അവശേഷിക്കുന്നതായി കണക്കുകൾ പുറത്തു വരുന്നത് വെറും $33 ബില്യൺ മാത്രമാണ്. ആ പണം മാത്രമാണ് വിദേശ നാണ്യ ശേഖരമായി ഇറാൻ്റെ പക്കലുള്ളത്. ഇപ്പോൾ ഈ സാമ്പത്തിക വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത് ചില മാസങ്ങൾ കൂടി മാത്രമേ ഇനി ഇറാന് ഈ തരത്തിൽ സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന ഒരു നിലയാണ്. അല്ലെങ്കിൽ കഷ്ടിച്ച് 1 വർഷം കൂടി ഇറാൻ ഇങ്ങനെയുള്ള ഒരു നിലയിൽ പോയാൽ പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷേ അവിടെയാണ് ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന് അങ്ങനെ വലിയ സഹായങ്ങൾ ചെയ്യുന്നത്. അവരുടെ ആയുധമാകട്ടെ അല്ലെങ്കിൽ പണമാകട്ടെ ഇതെല്ലാം തന്നെ നൽകിക്കൊണ്ട് ഇറാനെ പിന്തുണയ്ക്കുന്ന നിലയിലേക്ക് ഈ രാജ്യങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായും ഇറാന് കുറച്ചുകൂടി പിടിച്ചു നിൽക്കാൻ കഴിയും. അവിടുത്തെ പണപ്പെരുപ്പത്തിൻ്റെ തോത് നമ്മൾ നോക്കിയതാണ്, 87% രഞ്ജിത്ത്. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ പണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു ചായ ഇപ്പോൾ ഇറാനിൽ വാങ്ങണമെങ്കിൽ 8.5 ലക്ഷം രൂപ കൊടുക്കണം. അങ്ങനെയാണ് അവിടുത്തെ പണത്തിൻ്റെ മൂല്യം തകർന്നടിഞ്ഞിരിക്കുന്നത്. ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, പട്ടിണി അനുഭവിക്കുന്നുണ്ട്. പക്ഷേ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ 1 ഇഞ്ച് പോലും പിന്നോട്ട് ഇറാൻ പോകുന്നില്ല. സൈന്യത്തിൽ വലിയ മാറ്റങ്ങൾ തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യമാണത്. ഏതായാലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള പരസ്പര പോർവിളികളും പരസ്പര തരത്തിലുള്ള ഈ പറഞ്ഞ പോലെയുള്ള ആക്രമണ സ്വഭാവമൊക്കെ വർദ്ധിക്കുകയാണ്. ഒരു സമാധാനവും അല്ലെങ്കിൽ ഇതിനൊരു എങ്ങനെ തീർക്കാമെന്നതിനെക്കുറിച്ച് മധ്യസ്ഥ രാജ്യങ്ങൾ തലവഹിക്കുന്ന അല്ലാതെ കൃത്യമായ ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും ചേർന്ന് പരസ്പര പ്രതിരോധ കരാർ എന്ന തരത്തിൽ ഒരു പ്രധാനപ്പെട്ട കരാർ ഒപ്പുവെച്ചത്. ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതൊരു ഇസ്ലാമിക് നാറ്റോ രൂപീകരിക്കാനുള്ള ശ്രമമാണോ, അതിനുള്ള ലക്ഷ്യമാണോ എന്നായിരുന്നു ലോകരാജ്യങ്ങളടക്കം വലിയ സംശയത്തോടെ ഇതിനെ വിലയിരുത്തിയത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കിടയിലും ഇതൊരു ഇസ്ലാമിക് നാറ്റോ എന്ന തരത്തിലുള്ള വിശേഷണം വന്നിരുന്നു. ഇപ്പോൾ തുർക്കി അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്, ഞങ്ങളുണ്ടാക്കിയ ഈ കരാർ അത് നാറ്റോയുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്, നാറ്റോയുടെ ഭരണഘടനയുമായി ഭരണ സംവിധാനവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എന്ന് വ്യക്തമാക്കുകയാണ്. പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി എന്നിവർ ഒപ്പുവെച്ച മക്ക സംയുക്ത പ്രതിരോധ കരാർ, മക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ്, നാറ്റോ സഖ്യത്തിന്റെ അടിസ്ഥാന കൂട്ടായ്മയായ പ്രതിരോധ വ്യവസ്ഥ കൂടിയായ ആർട്ടിക്കിൾ 5 സമാനമാണെന്നാണ് തുർക്കി വിദേശകാര്യമന്ത്രി അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നത്.
ഈ സഖ്യത്തിന് നാറ്റോയുടേതിന് സമാനമായ ഒരു ഭരണഘടനയോ ഭരണനിർവഹണ ഘടനയോ ഉണ്ടായിരിക്കുമെന്നും ഫിദാൻ കൂട്ടിച്ചേർക്കുകയാണ്. മറ്റ് രണ്ട് രാജ്യങ്ങളും നമുക്കറിയാം ഈ സഖ്യത്തിൻ്റെ ഭാഗമായ സൗദിയും ഒപ്പം പാകിസ്ഥാനും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പ്രതികരിക്കുകയോ വിലയിരുത്താനോ തയ്യാറാകാതിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിക കൂട്ടായ്മ ലോകം ഭരിക്കണമെന്ന നിലപാടുള്ള തുർക്കി ഈ ഒരു നിലപാടുമായി രംഗത്ത് വരുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാറ്റോയുടെ ഭരണസമിതികൾക്ക് സമാനമായ മന്ത്രിതല സമിതി ഈ സഖ്യത്തിൻ്റെ ഭാഗമായി രൂപീകരിക്കുമെന്നും സൗദി അറേബ്യയിൽ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാപിക്കുമെന്നും ഫിദാൻ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയാണ്. സമിതിയുടെ ആദ്യ യോഗത്തിൽ പ്രവർത്തനപരമായ വിശദാംശങ്ങൾ തീരുമാനിക്കുമെന്നാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. സഖ്യം വിപുലീകരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും ഫിദാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കി തരികയാണ്. അതായത് ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ, കൂടുതൽ രാജ്യങ്ങൾ, അതിൽ പ്രധാനമായും ആദ്യഘട്ടത്തിൽ ഉന്നം വെക്കുന്നത് ഈജിപ്തിനെയാണ്. ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൻ്റെ ഭാഗമാകുമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദഗാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് തുർക്കി രാജ്യം വ്യക്തമാക്കുന്നത്. ഈജിപ്തിനെ അദ്ദേഹം ഇതിൻ്റെ പ്രധാനമായും പരാമർശിക്കുകയാണ്. നേരത്തെ നമുക്കറിയാം പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും ഈജിപ്തും ചേർന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മ രൂപീകരിച്ച ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അവിടെയാണ് പടിഞ്ഞാറൻ ഏഷ്യ, വടക്കൻ ആഫ്രിക്ക മുതൽ മധ്യേഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ഒരു ഇസ്ലാമിക് സൈനിക കൂട്ടായ്മയുടെ അടിത്തറ രൂപപ്പെട്ടു വരുന്നു എന്നുള്ള നിരീക്ഷകരുടെ വിലയിരുത്തൽ. കൂട്ടായ പ്രതിരോധ വ്യവസ്ഥ ഉൾപ്പെടുത്തിയതും നാറ്റോ മാതൃകയിലാണ് സഖ്യം രൂപീകരിക്കുന്നതുമുള്ള തുർക്കിയുടെ പ്രസ്താവന അത് സ്ഥിരീകരിക്കുന്ന ഒരു പശ്ചാത്തലം വരികയാണ്. അതായത് ഇസ്ലാമിക് നാറ്റോ അല്ലെങ്കിൽ ഒരു സുന്നി നാറ്റോ സൃഷ്ടിക്കുന്നുവെന്ന കാഴ്ചപ്പാട് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈജിപ്ത് മാറിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ശക്തി വർദ്ധിക്കുകയും മറ്റും ചെയ്യും. പശ്ചിമേഷ്യയിലെ വലിയ വെല്ലുവിളികൾ നേരിടുന്നതിനായി ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രവർത്തനം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നമുക്കറിയാം ഈ പല യുദ്ധ കാര്യങ്ങളിലും തുർക്കിയും അമേരിക്കയുമായി ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധകാര്യങ്ങളിലൊക്കെ തുർക്കിയും മധ്യസ്ഥത വഹിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഹമാസുമായുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചർച്ചകളിൽ ഈജിപ്തും മധ്യസ്ഥത വഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇവർ തമ്മിലൊരു കൂട്ടായ്മയും ഒരു ഐക്യവും ഒരു ഏകതയും പല കാര്യങ്ങളുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക് നാറ്റോ രൂപീകരിക്കാൻ ഈ സഖ്യത്തിന് സാധിക്കുമോ എന്നുള്ള സംശയവും പല വിദഗ്ധരും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങളുടെയും ശേഷി അവരുടെ അഭിലാഷങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ലെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നാറ്റോയ്ക്ക് ഒരു പ്രവർത്തനക്ഷമത, അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. സ്ഥാപനപരമായ ഒരു അടിത്തറയുണ്ട്. പക്ഷേ ഇത് ഈ മൂന്ന് രാജ്യങ്ങൾക്കും ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. തുർക്കിക്ക് നാറ്റോ അംഗമെന്ന നിലയിലുള്ള പരിചയ സമ്പത്തുണ്ടെങ്കിലും പാകിസ്ഥാന്റെ സൈനിക സംവിധാനം നിലവിൽ ചൈനീസ് സാങ്കേതിക വിദ്യയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. സൗദി അറേബ്യ ആകട്ടെ US സംവിധാനങ്ങളെ വലിയ തോതിൽ ആശ്രയിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതായത് പാകിസ്ഥാൻ നിലനിൽപ്പ് ചൈനയുമായി ആശ്രയിച്ചാണ്. ആയുധങ്ങളും പണവും ചൈന വൻതോതിൽ പാകിസ്ഥാനിലേക്ക് പമ്പ് ചെയ്യുന്നു. അല്ലാതെ സ്വയം പര്യാപ്തത എന്ന രീതിയിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. സൗദിയുടെ നിലനിൽപ്പ് പൂർണ്ണമായും അമേരിക്കയെ ആശ്രയിച്ചാണ്. അവർക്ക് പരസ്പരം സഹകരിക്കാൻ സാധിക്കും, പലതരങ്ങളിൽ അവർക്കത് ചെയ്യുന്നുണ്ട്. എന്നാൽ നാറ്റോയുടെ നിലവാരത്തിലേക്കുള്ള പരസ്പര പ്രവർത്തനക്ഷമത ഇവർക്കില്ല എന്നാണ് വിദഗ്ധർ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി എന്നിവർ യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിലെങ്കിൽ ലക്ഷ്യമിടുന്നത് കൂടുതൽ ലളിതവും പ്രായോഗികമായ ഒരു സഖ്യമാണ് എന്നാണ് വിലയിരുത്തൽ. അതായത് പടിഞ്ഞാറൻ സുരക്ഷാ സംവിധാനങ്ങളെ, പ്രത്യേകിച്ച് അമേരിക്കയും മറ്റും ആശ്രയിക്കുന്നതിനുള്ള മോചനം, പശ്ചിമേഷ്യൻ നിലവിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രാദേശിക പ്രതിരോധ ശൃംഖല മാത്രമാണ് ഇത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേട്ടങ്ങളുണ്ടാകാം മൂന്ന് രാജ്യങ്ങൾക്കും. സൗദി അറേബ്യയ്ക്ക് തന്ത്രപരമായ സുരക്ഷ ഉറപ്പ് ആവശ്യമാണ്. കാരണം 4 യുറ്റിൽ നിന്നും അവർ വലിയ ഭീഷണി നേരിടുന്നുണ്ട്. പാകിസ്ഥാന് നിക്ഷേപം ആവശ്യമാണ്, പണം ആവശ്യമാണ്. അവരുടെ പണപ്പെരുപ്പവും വിലക്കയറ്റവും തകർച്ചയും ഒക്കെ കൊണ്ട് പ്രാദേശികമായ ആഭ്യന്തരമായ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തകർന്നു കിടക്കുന്ന ഒരു രാജ്യമാണ്. തുർക്കിക്ക് തങ്ങളുടെ പ്രതിരോധ വ്യാവസായിക സാന്നിധ്യം വിപുലീകരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നതും പ്രധാനപ്പെട്ട ഒന്നാണ്, നമുക്കറിയാം. പക്ഷേ അപ്പോഴും തുർക്കി ഏറ്റവും അത്യന്താധുനികമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കരാർ ഗൗരവമായി പലരും പരിഗണിക്കേണ്ട ഒന്നാണ്, പ്രത്യേകിച്ച് ഇന്ത്യ. അതായത് തുർക്കിയുമായുള്ള പാകിസ്ഥാൻ്റെ സൈനിക ബന്ധം ശക്തിപ്പെടുന്നു എന്നത് ചെറിയ കാര്യമല്ല. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തൊക്കെ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നത് തുർക്കിഷ് ആയുധങ്ങളായിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് തെളിവോടുകൂടി തന്നെ ലഭ്യമായിരുന്നു.
സൗദി അറേബ്യയ്ക്കാകട്ടെ സാമ്പത്തികമായി വലിയ ശക്തിയുള്ള സാമ്പത്തിക സ്രോതസ്സാണ്. അവർ പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിക്കും. രാഷ്ട്രീയ പിന്തുണ പാകിസ്ഥാൻ സ്വാഗതം ചെയ്യും, സംശയമില്ല. അങ്ങനെ ഇസ്ലാമിക് നാറ്റോയ്ക്ക് സമാനമായി ഇതിനെ കാണാൻ സാധിക്കില്ല എങ്കിൽ പോലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ വേണമെങ്കിൽ ഭീഷണിപ്പെടുത്താവുന്ന തരത്തിലുള്ള ഒരു സഖ്യമായി ഇത് ഉയർന്നു വരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ ഇസ്ലാമിക് നാറ്റോ രൂപീകരിക്കുമെന്നും ലോകം ഇസ്ലാം ഭരിക്കുമെന്നുമൊക്കെയുള്ള തുർക്കിയുടെ ഇപ്പോഴത്തെ നേരത്തെ തന്നെയുള്ള നിലപാടാണ്. ഇപ്പോൾ അത് കുറച്ചുകൂടി ഉറപ്പിക്കുന്ന നിലപാടിന് യാതൊരു തരത്തിലുള്ള സാധൂകരണം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതൊരിക്കലും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. കാരണം അമേരിക്കയും ഇസ്രായേലും ഒന്നും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. ഏതായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകളുണ്ട്. ഈ രാജ്യങ്ങളുടെ ശക്തി ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അടക്കം കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും ലോകത്തെ ഭരിക്കാൻ തരത്തിലുള്ള ഒരു ഇസ്ലാമിക് നാറ്റോ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് ആക്രമണങ്ങളെ തുടർന്ന് പശ്ചിമേഷ്യയിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം പരിമിതമായത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ കരുതൽ എണ്ണ ശേഖരം, അതായത് സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് 298.7 ദശലക്ഷം ബാരലിലേക്ക് കൂപ്പുകുത്തുകയാണ്. 1983 ശേഷമുള്ള ഏറ്റവും വലിയ താഴ്ചയായി ഇതിനെ കാണണം. 1975 ഈ SPR അടക്കം രൂപീകരിച്ചത്. ഹോർമുസ് പ്രതിസന്ധിയെ തുടർന്ന് എണ്ണ ലഭ്യത കുറഞ്ഞത് US-നും തിരിച്ചടിയായ പശ്ചാത്തലമാണ്. ശേഖരത്തിൽ നിന്ന് 172 ദശലക്ഷം ബാരൽ എണ്ണ പൊതുവിപണിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞ മാർച്ചിൽ ട്രംപ് ഉത്തരവിടുകയും ചെയ്തു. ഇതിനിടെ ട്രംപ് ജോൺസ് നിയമപ്രകാരമുള്ള ഇളവ് നീട്ടിയതും ശ്രദ്ധേയമായി. US-ലേക്ക് എണ്ണയുൾപ്പെടെയുള്ള ഊർജ്ജോൽപ്പന്നങ്ങൾ US കപ്പലുകളിൽ മാത്രമേ എത്തിക്കാവൂ എന്ന നിയമമാണ് ഇത്. 1920 പ്രസിഡന്റ് ആയിരിക്കെ വുഡ്രോ വിൽസൺ കൊണ്ടുവന്ന ഈ നിയമം പോലും ഇപ്പോൾ മാറ്റുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് ട്രംപ് വരികയാണ്. NCP ശരത് പവാർ വിഭാഗം MPമാർ പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുലെയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിനെ ചൊല്ലി മുന്നണി മാറ്റ അഭ്യൂഹം ഇപ്പോൾ ഉയരുകയാണ്. നേരത്തെ തന്നെ NDAയുമായി ചേർന്ന് സഹകരിക്കാൻ ഈ വിഭാഗം തീരുമാനിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. മഹാരാഷ്ട്രയിലെ വികസന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും കൂടുതൽ ഫണ്ട് തേടിയുമാണ് പ്രധാനമന്ത്രിയെ കണ്ടത് എന്നാണ് പാർട്ടി വിശദീകരിക്കുന്നത്. പക്ഷേ ഇതിൽ ചില നിരീക്ഷണങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറ്റുമുണ്ട്. മഹാരാഷ്ട്രയിലെ കാർഷിക പ്രതിസന്ധി, ഗ്രാമീണ മേഖലയിലെ വളർച്ച, സവാളയുടെ വിലയിടിവ്, പരിസ്ഥിതി മലിനീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ MPമാർ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഭേദഗതി വരുത്തിയാൽ മണ്ഡല പുനർനിർണയ ബില്ലിനെ പിന്തുണയ്ക്കാമെന്ന് സുപ്രിയ സുലെ നേരത്തെ നിലപാടെടുത്തിരുന്നു. അതാണ് പാർട്ടി BJPയുമായി അടുക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പരന്നത്. ഇപ്പോൾ അത്തരത്തിലുള്ള നിലപാട് കുറച്ചുകൂടി ഉറപ്പിക്കുന്നതാണ് വീണ്ടുമുള്ള സന്ദർശനം എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും കാത്തിരുന്ന് കാണാം പവാർ NDAയിലേക്ക് എത്തുമോ എന്നതിനെ ചൊല്ലി. ചൈന അക്ഷരാർത്ഥത്തിൽ ബ്രിട്ടനെ UK-യെ ചതച്ചോ? ചൈനയുടെ ചാരക്കണ്ണുകൾ ഇപ്പോൾ ബ്രിട്ടീഷ് രഹസ്യങ്ങൾ ചോർത്തിയോ? രാജ്യത്ത് ഇത് വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. UK ദിനപത്രമായ ദ ടെലഗ്രാഫാണ് ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച വലിയ വിവരങ്ങൾ പുറത്തുവിട്ടത്. UK സൈന്യത്തിലെ പ്രമുഖ വിഭാഗമായ റോയൽ മറീനുകൾ ഉപയോഗിക്കുന്ന രഹസ്യാന്വേഷണ ഡ്രോണുകളിലെ ചൈനീസ് നിർമ്മിത ക്യാമറകൾ അനധികൃതമായി ബെയ്ജിങ്ങിലെ സെർവറിലേക്ക് വിവരങ്ങൾ അയച്ചുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സംഭവം പുറത്തുവന്നതിനെ തുടർന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ഡ്രോണുകളിലെ ഇന്റർനെറ്റ് കണക്ഷനുകൾ അടിയന്തരമായി വിച്ഛേദിക്കുന്ന ഘട്ടത്തിലേക്ക് ആ രാജ്യം എത്തുകയും ചെയ്തിരിക്കുന്നത്. അതായത് K3 സ്കൗട്ട് ഇനത്തിൽപ്പെട്ട ഡ്രോണുകളുണ്ട്. അത് ചൈനീസ് നിർമ്മിതമാണ്, ചൈനയുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതാണ്. അവയാണ് സുരക്ഷാ ഭീഷണി ഉയർത്തിയിരിക്കുന്നു എന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, തന്ത്രപ്രധാനമായ സൈനിക നീക്കങ്ങളിൽ ഈ ഡ്രോണുകൾ ഉപയോഗിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു UK എന്നുള്ളതാണ്. അവിടെയാണ് സുരക്ഷാ പരിശോധന നടത്തുകയും ചൈനയിലേക്ക് സൈന്യത്തിൻ്റെ സുപ്രധാന വിവരങ്ങൾ ചില സെർവറുകളിലേക്ക് എത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയും മറ്റും ചെയ്യുന്നത്. ഈ അനധികൃത വിവര കൈമാറ്റം തിരിച്ചറിഞ്ഞതോടുകൂടി രാജ്യത്ത് വലിയ ഞെട്ടൽ ഉണ്ടായിരിക്കുകയാണ്. അവരുടെ പ്രതിരോധ സംവിധാനങ്ങളിലെ സുരക്ഷാ വീഴ്ച അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ക്യാമറ ഘടകങ്ങൾ, പ്രധാനമായും ഈ ഡ്രോണുകളിലെ ക്യാമറ ഘടകങ്ങൾ ചൈനയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ക്യാമറ സിസ്റ്റങ്ങൾ ചൈനയിലെ ഒരു സെർവറുമായി സ്വയം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതായാണ് കണ്ടെത്തിയത്. ഉടൻ തന്നെ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം ഇടപെടുകയും ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഇതിൻ്റെ വിവരങ്ങളൊന്നും പ്രധാനമായും പുറത്തുവിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ബ്രിട്ടൻ്റെ പരിഭ്രാന്തി മാറിയിട്ടില്ല എന്നത് പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത്തരത്തിൽ ചൈനയിലുള്ള ചില സെർവറുകളുമായി ഈ ക്യാമറകൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമായി അവർ കാണുന്നില്ല. നേരത്തെ കഴിഞ്ഞ മാർച്ചിലാണ്
K3 സ്കൗട്ട് ഡ്രോണുകൾ റോയൽ മറീനുകളുടെ ഭാഗമാകുന്നത് കടലിലെ അതിവേഗ നീക്കങ്ങൾക്കും കമാൻഡോകൾക്കും സ്പെഷ്യൽ ഫോഴ്സുകൾക്കും ആവശ്യമായ നിരീക്ഷണ സഹായങ്ങൾ നൽകുന്നതിനൊപ്പമാണ് ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. തന്ത്രപ്രധാന മേഖലയായ പേർഷ്യൻ ഗൾഫിൽ ഉപയോഗിക്കാൻ ഇരിക്കുകയാണ് ഈ സുരക്ഷാ വീഴ്ച കണ്ടെത്തുകയും അത് തടയുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതുവരെയുള്ള വിവരച്ചോർച്ച ഏതൊക്കെ തലത്തിലാണ് എന്ന കാര്യത്തിൽ രാജ്യത്തിനൊരു വ്യക്തതയില്ല. ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം, ഉന്നതതല അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നമ്മുടെ കയറ്റുമതി മേഖല, ഇന്ത്യയുടെ കയറ്റുമതി മേഖല, ആയുധ കയറ്റുമതി മേഖല സമീപകാലത്തായി വലിയ കുതിപ്പിലാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നായി നമ്മൾ കാണണം. അതായത് ബ്രഹ്മോസിന് ലഭിച്ച വലിയ ആഗോളതലത്തിലുള്ള ഒരു സ്വീകാര്യതയുണ്ട്. വിവിധ രാജ്യങ്ങൾ ഇപ്പോൾ ബ്രഹ്മോസ് മിസൈലിനായി ഇന്ത്യയെ ആശ്രയിക്കുന്ന വലിയ ഒരു പശ്ചാത്തലമുണ്ട്. അതിനൊപ്പമാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ഡ്രോൺ സാങ്കേതികവിദ്യ രാജ്യാന്തര പ്രതിരോധ വിപണിയിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവിടുന്നത്. ഒഡീഷ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രതിരോധ സ്റ്റാർട്ടപ്പായ IG ഡിഫൻസ് വികസിപ്പിച്ചെടുത്ത കൽ എന്ന ഡ്രോൺ, അതായത് വൺ വേ അറ്റാക്ക് ഡ്രോൺ, ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാഷ്ട്രങ്ങൾ കൽ ഡ്രോണുകൾ വാങ്ങുന്നതിനായി ഇന്ത്യയുമായി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് വിവരം. ഇറാന്റെ പ്രശസ്തമായ ഷാഹിദ് ഡ്രോണുകളുടെയും US നിർമ്മിത ലൂക്കാസ് ഡ്രോണുകളുടെയും അതേ സാങ്കേതികത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ കൽ ഡ്രോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് തന്ത്രപ്രധാനമായ ഇൻഫ്രാസ്ട്രക്ചറുകൾ, റഡാർ കേന്ദ്രങ്ങൾ, എയർ ഡിഫൻസ്, ബാറ്ററി സംവിധാനങ്ങൾ എന്നിവയെ കൃത്യതയോടെ തകർത്ത് കളയാൻ ഇതിന് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതായത് വളരെ വേഗത്തിൽ ആക്രമണം നടത്താനുള്ള ഒരു ശേഷി കൂടി ഈ കൽ ഡ്രോണുകൾക്കുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് 1000 കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയിലെ ലക്ഷ്യങ്ങളെ തകർത്ത് കളയാൻ ഡ്രോണിന് സാധിക്കും. 50 കിലോഗ്രാം ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിയും. 7 മുതൽ 8 മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാം. മണിക്കൂറിൽ 160 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാം. അങ്ങനെ സമുദ്രനിരപ്പിൽ നിന്ന് 5000 മീറ്റർ വരെ ഉയരത്തിൽ പറന്ന് ശത്രു രാജ്യത്തിലെ പല ലക്ഷ്യങ്ങളെയും തകർക്കാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഗൾഫ് രാജ്യങ്ങളടക്കം ഇതിൻ്റെ സ്വീകാര്യത വല്ലാതെ വർദ്ധിപ്പിക്കുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും ഇത് ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയുമായി ചർച്ച നടത്തുകയാണ്. പല രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഓർഡറുകൾ നൽകിയ ഒരു പശ്ചാത്തലം കൂടി പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് ഈ ഡ്രോണുകളുടെ സ്വീകാര്യത വല്ലാതെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാലത്ത് ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യമെന്ന വിശേഷണമായിരുന്നു നമുക്ക്. ഇന്നിപ്പോൾ സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തത്തോടെ ലോകത്തിന് മുൻപിൽ വലിയൊരു ആയുധ കയറ്റുമതി രാജ്യമായി നമ്മൾ മാറുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പ്രേക്ഷകർ കേൾക്കണം, 2025-26 സാമ്പത്തിക വർഷത്തിൽ 38,424 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതിയാണ് നമ്മൾ നേടിയത്. അത് വലിയ ഒരു ചരിത്രമാണ്. കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ 62% വർധനമാണ് നമ്മുടെ പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഉണ്ടായത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകപ്രശസ്ത ബൾഗേറിയൻ പ്രവാചകയായ ബാബ വാൻഗയുടെ 2026 പ്രവചനങ്ങൾ വീണ്ടും വലിയ ചർച്ചയാവുകയാണ്. ബാബയുടെ 2026 2 പ്രവചനങ്ങൾ ഇതിനകം തന്നെ സംഭവിച്ചു കഴിഞ്ഞുവെന്നാണ് അവരുടെ അനുയായികൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിലും ഭീതിജനകമായ മറ്റ് 3 പ്രവചനങ്ങൾ കൂടി ഈ വർഷം മനുഷ്യരാശിയെ കാത്തിരിക്കുന്ന എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. 1996 അന്തരിച്ച ബാബ വാൻഗെ 2026 വൻ പ്രകൃതി ദുരന്തങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യരെ ജോലിസ്ഥലങ്ങളിൽ നിന്ന് വ്യാപകമായി മാറ്റിസ്ഥാപിക്കുന്നത് പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ അനുയായികളുടെ അവകാശവാദം. ഈ വർഷം ലോകത്ത് നടന്ന ചില പ്രധാന സംഭവവികാസങ്ങളെ മുൻനിർത്തിയാണ് ഈ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. എന്നാൽ ഇനി വരാനിരിക്കുന്ന പ്രവചനങ്ങൾ കൂടുതൽ ഭയപ്പെടുത്തുന്നതും അവിശ്വസനീയവുമാണ്. ഭാവിയിൽ മനുഷ്യരാശിയെ കാത്തിരിക്കുന്നത് വൻ ദുരന്തങ്ങളാണെന്നും ബാബ വാൻഗെ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനം ഈ വർഷം നവംബറിൽ അന്യഗ്രഹ ജീവികൾ ഭൂമി സന്ദർശിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭീമാകാരമായ ബഹിരാകാശ പേടകം വരും എന്നും ഇവർ പ്രവചിച്ചിട്ടുണ്ടത്രേ. ശേഷിക്കുന്ന പ്രവചനങ്ങളിൽ ഏറ്റവും ആകാംക്ഷയുണർത്തുന്നത് ഭൂമിക്ക് പുറത്തുള്ള ജീവന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ളതാണ്. ബാബ വാൻഗയുടെ പ്രവചനങ്ങളുടെ വ്യാഖ്യാനം അനുസരിച്ച് ഈ ഭീമാകാരന്മാരായ ബഹിരാകാശ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് മനുഷ്യർ അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യും എന്നാണ്. ഈ നവംബർ മാസത്തിൽ അത് സംഭവിക്കുമെന്നാണ് പ്രവചനം. കാത്തിരുന്ന് കാണാം. അതായത് കൃത്യമായ സമയപരിധിയൊക്കെ പ്രവചിക്കുന്നുണ്ട്. മറ്റൊന്ന് 3ാം ലോക മഹായുദ്ധത്തിന് തുടക്കമാകും എന്നുള്ള ഈ ബാബയുടെ പ്രവചനമാണ്. ചൈന തായ്വാൻ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമെന്നും റഷ്യയും US തമ്മിലുള്ള തർക്കങ്ങൾ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിമാറുമെന്നും ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ അദ്ദേഹം പ്രവചനത്തിലൂടെ പറയുന്നുണ്ട്. നിലവിൽ തായ്വാൻ സ്വയംഭരണ പ്രദേശമായി തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. റഷ്യയും US നേരിട്ട് യുദ്ധത്തിലേക്ക് വന്നാൽ അത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
റഷ്യയെ കേന്ദ്രീകരിച്ചാണ് മൂന്നാമത്തേതും അവസാനത്തേതുമായ പ്രവചനം ഈ വർഷത്തേത്. അത് 2026 അവസാനിക്കുന്നതിന് മുൻപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് അധികാരം നഷ്ടപ്പെടുമെന്നാണ്. പുതിയൊരു നേതാവ് റഷ്യയുടെ ഭരണം ഏറ്റെടുക്കുമെന്നുമാണ് പ്രചരിക്കുന്ന അവകാശവാദം. അങ്ങനെ 18 വർഷത്തിലധികമായി നമുക്കറിയാം പുടിൻ റഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. അങ്ങനെ പുടിൻ്റെ അധികാരം നഷ്ടപ്പെടുമെന്നുള്ള പ്രവചനവും ലോകത്തെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. 1911 വംഗേലിയ പാന്തേവ ദിമിത്രോവ എന്ന പേരിൽ ജനിച്ച ബാബ വാൻഗ ലോക പ്രശസ്തയായ ഒരു ബൾഗേറിയൻ അന്ധപ്രവാചകയായും നാട്യവൈദ്യയുമായിരുന്നു. 12-ാം വയസ്സിലുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽപ്പെട്ടാണ് അവരുടെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടത്. അതിനുശേഷമാണ് ദിവ്യദൃഷ്ടി അവർക്ക് കിട്ടിയത് എന്നാണ് ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഇവരുടെ അനുയായികൾ വിശ്വസിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ ഇറാനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയായിരുന്നു. അതിൽ പ്രധാനം യുദ്ധം അവർക്കുണ്ടാക്കുന്ന കെടുതികൾ. യുദ്ധം മാത്രമല്ല, സാങ്ഷൻസ്, ഉപരോധം, ലോകരാജ്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഉപരോധം, പ്രത്യേകിച്ചും അമേരിക്ക, ഇസ്രായേൽ, അവർക്കുണ്ടാക്കുന്ന കെടുതികൾ ഒട്ടും ചെറുതല്ല. പക്ഷേ അപ്പോഴും ലോകത്തിന് മുന്നിൽ കഴിഞ്ഞ 6 മാസമായി തലയുയർത്തി നിൽക്കുകയാണ് ആ രാജ്യം. മറ്റൊന്നുമല്ല, അമേരിക്കയും ഇസ്രായേലും പോലെയുള്ള 2 വൻ ശക്തികളോട് പോരാടി വലിയ ആക്രമണങ്ങളെ നേരിട്ട് ഇപ്പോഴും ആ രാജ്യം വെല്ലുവിളികൾ ഒട്ടും കുറയ്ക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. യഥാർത്ഥത്തിൽ ആ രാജ്യത്തിനുള്ള അവസ്ഥ അതൊന്നുമല്ല. അതികഠിനമാണ്, അത് ദയനീയമാണ്. അവിടുത്തെ സർക്കാർ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യം. ഏറ്റവും വിഭവസമൃദ്ധമായ രാജ്യം കൂടിയാണ്. പലവിധ ശേഷികളുടെ കാര്യത്തിൽ ഇറാൻ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. തലസ്ഥാനമായ ടെഹ്റാൻ്റെ തെക്കൻ ഭാഗത്തുള്ള ഫദായിയാൻ ഇസ്ലാം തെരുവിൽ 50കൾ പ്രായമുള്ള ഒരു സ്ത്രീ, അവർ വളരെ പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളാണ്, അരിപ്പൊതിയിലേക്ക് ഉറ്റുനോക്കി അതിൻ്റെ വില പരിശോധിക്കുന്ന ചില വിവരങ്ങൾ. ഒടുവിൽ അവർ പറയുകയാണ്, 2 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വിഭവസമൃദ്ധമായ ഈ രാജ്യത്ത് ഇത്ര ദരിദ്രയായി തനിക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച്. ഏറ്റവും പ്രധാന എണ്ണ കയറ്റുമതിക്കാരായിരുന്നു ഇറാൻ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വൈവിധ്യവൽക്കരിക്കപ്പെട്ട ഒരു ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ കൂടി ഇറാൻ കെട്ടിപ്പടുത്തിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെയും അമേരിക്കയുമായും ഇസ്രായേലുമായുള്ള സംഘർഷങ്ങളെയും നേരിടാൻ പതിറ്റാണ്ടുകളായി അധികൃതർ സ്വയം പര്യാപ്തതയിലൂന്നിയുള്ള ഒരു നയങ്ങൾ സ്വീകരിച്ച ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പരമാവധി സാധനങ്ങൾ, ഭക്ഷ്യസാധനങ്ങളടക്കം അവിടെ തന്നെ വിളയിച്ചെടുക്കുക, അവരുടെ ഉള്ള സമ്പത്ത് കൃത്യമായി വിനിയോഗിക്കുക എന്നതൊക്കെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പല കാര്യങ്ങളുമായിരുന്നു. പക്ഷേ അടുത്ത കാലത്തായി പല കണക്കുകളും പുറത്തു വരുന്നത്, ഇറാനിലെ പല കണക്കുകളും പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. മിക്ക അവശ്യ സാധനങ്ങളെയും പണപ്പെരുപ്പം ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. എണ്ണയും കൊഴുപ്പുമാണ് അവിടെ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന 2 സാധനങ്ങൾ. അവയുടെ വിലയാണ് ഇപ്പോൾ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത്. വീടുകളിൽ പാചകത്തിന് പ്രധാനമായും എണ്ണയെ ആശ്രയിക്കുന്ന ഈ രാജ്യത്ത് പണപ്പെരുപ്പ നിരക്ക് 261.5% ഈ സാധനങ്ങൾക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായി ക്ഷീരോൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് പാലും ചീസും അവരുടെ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന 2 സാധനങ്ങളാണ്. അവയുടെ പണപ്പെരുപ്പ നിരക്കാകട്ടെ 147.1% കുതിച്ചു വരികയാണ്. ഒപ്പം ചുവന്ന ഇറച്ചി, കോഴിയിറച്ചി എന്നിവയ്ക്കും അവയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും 140.2% പണപ്പെരുപ്പ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പാവപ്പെട്ടവരുടെ പ്രധാന ഭക്ഷണമായ ബ്രെഡിനെ പോലും വിലക്കയറ്റം വെറുതെ വിടുന്നില്ല. ബ്രെഡ്, ധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിഭാഗത്തിൽ പണപ്പെരുപ്പം 116.7% എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ യുദ്ധമുണ്ടാക്കുന്ന സമ്മർദ്ദം ദശലക്ഷക്കണക്കിന് ആളുകളെ ഇറാനിലെ ഉപജീവനത്തിനും അതിജീവനത്തിനുമായി പോരാടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ച ഒരു പശ്ചാത്തലമുണ്ട്. എന്നിരുന്നാലും അമേരിക്കയുമായും ഇസ്രായേലുമായുള്ള 5 മാസത്തെ സംഘർഷത്തിനിടയിലും പ്രതിസന്ധിയിലായ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണ തകർച്ചയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക വെല്ലുവിളികളുടെയൊക്കെ ആഘാതം ഇറാനിലെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പക്ഷേ അനുഭവപ്പെടുന്നുണ്ട്. സ്വകാര്യ മേഖലയിലെ ജീവനക്കാരും ഇതിൽ ഉൾപ്പെടുകയാണ്. 2 വർഷം മുൻപ് പല ആളുകളും ഒന്നും ആലോചിക്കാതെ തന്നെ വിപണിയിൽ സാധനങ്ങൾ വാങ്ങുമായിരുന്നു. പഴങ്ങളും പച്ചക്കറികളുമൊക്കെ ഒരുപാട് സുലഭമായിരുന്നു. പക്ഷേ ഇപ്പോൾ പണപ്പെരുപ്പം അവരുടെ കുടുംബ വരുമാനത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങിയിരിക്കുകയാണ്. അതായത് ഭക്ഷണമേശയിലേക്ക് വിഭവങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നുവെന്ന് അവിടുത്തെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു പശ്ചാത്തലമാണ്. പല സാധനങ്ങളുടെയും വില 4 ഇരട്ടിയായി മറ്റും വർദ്ധിച്ചു. നാവിക ഉപരോധം, യുദ്ധങ്ങൾ, ദേശീയ കറൻസിയുടെ മൂല്യത്തകർച്ച, അതൊക്കെ ഞെട്ടിപ്പിക്കുന്ന മൂല്യത്തകർച്ചയിലേക്ക് ദേശീയ കറൻസി എത്തിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഇറാനിൽ സർവ്വസാധാരണമായി ഇപ്പോൾ വിലക്കയറ്റവും പണപ്പെരുപ്പവും പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. ഇറാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സെൻറ്ററിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇറാനിയൻ കലണ്ടറിലെ തീർമാസത്തിൽ, അതായത് ജൂൺ 21 മുതൽ ജൂലൈ 20 വരെ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലുണ്ടായ വർധനവ് 128%.
അങ്ങനെ പല ഇറാനികൾക്കും വിപണിയിലേക്കുള്ള യാത്ര ഒരു ദുസ്സഹമായ അനുഭവമാക്കി മാറ്റിയ പശ്ചാത്തലമുണ്ട്. പ്രധാനപ്പെട്ട 10 ഭക്ഷ്യവിഭാഗങ്ങളിൽ 8 പണപ്പെരുപ്പ സൂചിക 100% എന്ന പരിധി കടന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ദുരിതത്തിലൂടെ സാധാരണ ജനങ്ങൾ മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തു പാചകം ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ വിപണിയിൽ നിന്നും മറ്റും മടങ്ങുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുള്ള വിലയിരുത്തലൊക്കെ വരുന്നുണ്ട്. എന്ന് അവസാനിക്കുമെന്നുള്ളതാണ് ഇവരൊക്കെ ആലോചിക്കുന്നത്. കാരണം ഇപ്പോൾ യുദ്ധം ഇങ്ങനെ തുടർന്നാൽ, ഉപരോധങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു തരത്തിലും ഈ വിഷയങ്ങളിൽ പരിഹാരമുണ്ടാവില്ല എന്നും ഭരണാധികാരികൾക്ക് പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ താല്പര്യമില്ല എന്നും മറ്റുമാണ് ഇറാനിൽ ഉയരുന്ന പൊതുവികാരം. പക്ഷേ നമുക്കറിയാം, ജനങ്ങൾ പ്രതികരണശേഷി വളരെ കുറഞ്ഞവരാണ്. പ്രതികരിക്കുന്നവരെയൊക്കെ വളരെ പെട്ടെന്ന് ഇല്ലാതാക്കുന്ന ഒരു ഭരണ സംവിധാനം അവിടെയുണ്ട്. ഭരണകൂടത്തിന് കീഴിൽ അടിച്ചമർത്തൽ അനുഭവപ്പെടുന്ന വലിയ ഒരു ജനവിഭാഗം അവിടെയുണ്ട്. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അനുഭവിക്കുക മാത്രമാണ് അവർ ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ടെഹ്റാൻ നഗരത്തിലെ ദാരിദ്ര്യരേഖ 900 ദശലക്ഷം റിയാലായി $654 ഉയർന്നിരിക്കുന്നു. ഭയാനകമായ ഒരു സൂചികയിലേക്ക് അവർ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റു കാര്യം, പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ടിരുന്ന എൽനിനോ പ്രതിഭാസത്തിന്റെ സ്വാധീനം മൂലം ജൂലൈ മാസത്തിൽ ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിൽ എക്കാലത്തെയും ഉയർന്ന താപനില രേഖപ്പെടുത്തിയതായി യൂറോപ്യൻ യൂണിയൻ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുകയാണ്. ധ്രുവപ്രദേശങ്ങൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ 60 ഡിഗ്രിക്ക് ഇടയിലുള്ള സ്ഥലങ്ങളിലൊക്കെ താപനില കഴിഞ്ഞ മാസം 20.96 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നു. 2023 രേഖപ്പെടുത്തിയ 20.89 ഡിഗ്രി സെൽഷ്യസ് എന്ന മുൻ റെക്കോർഡ് ഇതിലൂടെ മറികടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസിന്റെ കണക്കുകൾ പ്രകാരം വ്യാവസായിക വിപ്ലവത്തിന് മുൻപുള്ള ശരാശരി താപനിലയേക്കാൾ 1.47 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരുന്നു കഴിഞ്ഞ മാസത്തെ താപനില എന്നുള്ളതാണ്. ആഗോളതലത്തിൽ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ രണ്ടാമത്തെ ജൂലൈ മാസമായിരുന്നു ഇത്. അതേസമയം പടിഞ്ഞാറൻ യൂറോപ്പിൽ ജൂണിലും ജൂലൈയിലും എക്കാലത്തെയും ഉയർന്ന താപനില രേഖപ്പെടുത്തി. നീണ്ടുനിന്ന ചൂടും വരണ്ട കാലാവസ്ഥയും മേഖലയിൽ ഉടനീളം അതിരൂക്ഷമായ കാട്ടുതീ പടർന്നതിന് കാരണമായി. അങ്ങനെ ഈ ആഴ്ച UK-യിൽ ഈ വർഷത്തെ 5ാമത്തെ ഉഷ്ണതരംഗം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതായത് എൽനിനോ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് സമുദ്രത്തിൽ പോലുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ വരികയും മറ്റും ചെയ്യുന്നത്. മറ്റു ചില പ്രധാന വാർത്തകളിലേക്ക് പോകണം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പ്രമുഖ ടീമായ ലിവർപൂളിന്റെ ഓഹരികൾ സ്വന്തമാക്കാൻ ബ്രിട്ടീഷ് ഇന്ത്യൻ ശതകോടീശ്വരനൊപ്പം കൈകോർത്ത് ലോകത്തെ 3ാമത്തെ വലിയ സമ്പന്നനും ആമസോൺ സ്ഥാപകനുമായ ജെഫ് ബെസോസും. അതായത് വിപ്ലവകരമായ മാറ്റങ്ങൾ ആഴ്സണലിന്റെ കൈമാറ്റ കരാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഫേസ്ബുക്ക് സഹസ്ഥാപകൻ എഡ്വാർഡോ സാവറിനും ഭാട്ടിയെ നയിക്കുന്ന കൺസോർഷ്യത്തിലുണ്ട് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. 30% ഓഹരികളാണ് കൺസോർഷ്യം വാങ്ങുന്നതെന്ന് ലിവർപൂളിന്റെ ഉടമസ്ഥരായ US-ലെ ഫെൻവേ സ്പോർട്സ് ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ലിവർപൂളിന് റെക്കോർഡ് $600 കോടി, ഏകദേശം 57,500 കോടി രൂപ മൂല്യം വിലയിരുത്തിയാണ് ഇപ്പോൾ ഡീൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്റ്റീൽ വ്യവസായ രംഗത്തെ ഭീമനായ മിത്തൽ കമ്പനി ചെയർമാൻ ലക്ഷ്മി മിത്തലിന്റെ മരുമകനാണ് അമിത് ഭാട്ടിയ. അമിത് ഭാട്ടിയാണ് ഈ തുടക്കത്തിൽ ആഴ്സണൽ ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. ഇവർക്കൊപ്പം ചേർന്നിരിക്കുകയാണ് ഈ പ്രധാനപ്പെട്ട സാമ്പത്തിക രംഗത്തെ പ്രമുഖർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ലക്ഷ്മി മിത്തലിന്റെ ഇംഗ്ലണ്ടിലെ 2ാം നിര ഫുട്ബോൾ ലീഗ് ടീമായ ക്വീൻസ് പാർക്ക് അവഞ്ചേഴ്സിൽ അമിത് ഭാട്ടിയയ്ക്ക് ഓഹരി പങ്കാളിത്തമുണ്ടായിരുന്നു. ലിവർപൂൾ ഓഹരികൾ വാങ്ങും മുൻപ് ഭാട്ടിയ ഈ ഓഹരികൾ കഴിഞ്ഞ മാസം വിറ്റൊഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 2021 ബെസോസ് ആമസോണിന്റെ CEO പദവി ഒഴിഞ്ഞത്. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയാണ്. വാഷിംഗ്ടൺ പോസ്റ്റ്, വിമാന കമ്പനിയായ ബ്ലൂ ഒറിജിൻ തുടങ്ങിയ കമ്പനികളിലും ബെസോസിന് ഓഹരി പങ്കാളിത്തമുണ്ട്. 2021 ലോകത്തെ ഏറ്റവും സമ്പന്നൻ എന്ന പട്ടം ബെസോസ് ചൂടിയിരുന്നു. പിന്നീട് ആ സ്ഥാനം ടെസ്ല മേധാവി ഇലോൺ മസ്ക് പിടിച്ചെടുക്കുകയായിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ടീമുകളൊന്നാണ് ലിവർപൂൾ. നമുക്കറിയാം, 6 തവണ യുവേഫ ചാമ്പ്യന്മാരായി. EPL കിരീടം 20 തവണ നേടി റെക്കോർഡിട്ടു. മുൻ വർഷത്തേക്കാൾ 613 ബില്യൺ പൗണ്ടിന്റെ വരുമാനം വർധനവുണ്ടായി ഈ വർഷം. നമുക്കറിയാം, ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ രാജസ്ഥാൻ റോയൽസ് ടീമിനെ കഴിഞ്ഞ മെയ്യിലാണ് 15,600 കോടി രൂപയ്ക്ക് മിത്തൽ കുടുംബം സ്വന്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ ടീമിനെ ഏറ്റെടുക്കാനും ഇവർ തയ്യാറാകുന്നത്. കാൽപന്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ച റൊസാരിയോയുടെ തെരുവിലേക്ക്
ഫുട്ബോൾ ഇതിഹാസ താരം മെസ്സി എത്തുമ്പോൾ അതിന് കണ്ണുനീരിൻ്റെ നനവുണ്ട്. കണ്ണീരിൽ കുതിർന്ന മുഖവുമായാണ് മെസ്സി പിതാവ് ഹോർഹെ മെസ്സിക്ക് വിട ചൊല്ലാനായി അവിടേക്ക് എത്തിയത്, ജന്മനാട്ടിലേക്ക് എത്തിയത്. ശനിയാഴ്ചയാണ് ലയണൽ മെസ്സി, മിനിഞ്ഞാന്നാണ് ജന്മനാട്ടിലെത്തിയത്. ഹോർഹെ മെസ്സി വെള്ളിയാഴ്ചയാണ് അന്തരിച്ചത്. ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ വൈറലാണ്. കണ്ണീരണിഞ്ഞു നിൽക്കുന്ന മെസ്സിയുടെ ദൃശ്യങ്ങൾ വലിയ വൈറലാണ്. അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറേ നാളുകളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഈ ഫുട്ബോൾ ലോകകപ്പിനിടയിലൊക്കെ വലിയ തോതിലുള്ള വിഷമത്തിലും മറ്റുമായിരുന്നു മെസ്സി. ഇദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയുമായൊക്കെ ബന്ധപ്പെട്ട് കരയുകയും, മെസ്സി ഗ്രൗണ്ടിൽ പലപ്പോഴും കരയുകയും മറ്റും ചെയ്ത് കണ്ണീരണിയുകയൊക്കെ ചെയ്ത് ഈ പിതാവിൻ്റെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. റൊസാരിയോയ്ക്ക് സമീപമുള്ള പെരസ് ടൗണിലാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചത്. ലയണൽ മെസ്സിയുടെ കൂടെ ഭാര്യ അന്റോലാന റെക്കോസയും മക്കളായ തിയാഗോ മറ്റിയോയും സിറോ എന്നിവരും റൊസാരിയോയിലുണ്ട്. സംസ്കാര ചടങ്ങുകൾ അർജന്റീൻ ദേശീയ ടീമിലെ മെസ്സിയുടെ സഹതാരങ്ങളും പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ട്. മെസ്സിയോട് ഏതായാലും ഇന്റർ മയാമി FC ടീം അംഗങ്ങളിൽ പലരും അനുശോചനം അറിയിച്ചിട്ടുണ്ട്. മിഡ്ഫീൽഡർ റോഡ്രിഗോ പോൾ മോൺട്രോയ്ക്കെതിരായ മത്സരത്തിന് ശേഷം സ്വന്തം ജേഴ്സി ഊരി മെസ്സിയുടെ 10ാം നമ്പർ ജേഴ്സി ധരിച്ചാണ് ആദരം അർപ്പിച്ചത്. സ്പെയിനിന് സഹായവുമായി ലയണൽ മെസ്സി രംഗത്തെത്തിയതും ഇപ്പോൾ വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. ഇതിഹാസ താരം സ്പെയിനിലെ മാഡ്രിഡ് മേഖലയിലെ സിയാറ ഒയസ പ്രദേശത്ത് നശിച്ച കാട്ടുതീയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 80 ലക്ഷം രൂപ സംഭാവന നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വൻ കാട്ടുതീ സിയറ ഒയസ മേഖലയിലെ നിരവധി നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ഗുരുതരമായി ബാധിച്ചിരുന്നു. ആയിരക്കണക്കിന് ഹെക്ടർ വനഭൂമി കത്തി നശിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. നൂറുകണക്കിന് വീടുകൾ കേടുപാടുകൾ സംഭവിച്ചു. 10,000-കണക്കിന് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. ഈ ദുരന്തത്തിന് പിന്നാലെയാണ് പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനുമായി മാഡ്രിഡ് ഭരണകൂടം ഔദ്യോഗിക സംഭാവന പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതിയിലേക്കാണ് മെസ്സിയുടെ സംഭാവനയായി 80 ലക്ഷം രൂപ എത്തിയത്. 2026 ലോകകപ്പിൽ അർജന്റീനയെ ഫൈനലിലേക്ക് നയിച്ച ശേഷമാണ് മെസ്സിയുടെ ഈ സാമൂഹിക ഇടപെടൽ ശ്രദ്ധേയമാകുന്നത്. ഇത്തവണ കിരീടം തങ്ങളുടെ കയ്യിൽ തട്ടിയെടുത്ത എതിരാളികളായിരുന്ന രാജ്യത്തിന് ദുരന്ത സമയത്ത് കൈത്താങ്ങാവാൻ മെസ്സി മുന്നോട്ട് വന്നത് ആരാധകരുടെയൊക്കെ ഒരു പ്രശംസ ഏറ്റുവാങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. മെസ്സി ഫൗണ്ടേഷൻ ശ്രദ്ധേയമാണ്. അവർ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ സംരക്ഷണ രംഗത്തും ദുരന്താശ്വാസ പ്രവർത്തനങ്ങളിലുമൊക്കെ വർഷങ്ങളായി സഹായം നൽകുന്ന ഒരു സംഘടനയാണ്. അത് മാത്രമല്ല, തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും ജീവിച്ച സ്പെയിൻ എന്ന രാജ്യത്തോടുള്ള സ്നേഹമാണ് മെസ്സി ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്ന് മറ്റുമാണ് ആരാധകരുടെ വിലയിരുത്തൽ. അപ്പോൾ നമുക്ക് 9 മണി വാർത്ത പൂർത്തിയാക്കാനുള്ള സമയമായി. എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം ഇനി ന്യൂസ് ടെൻസുമായി KP അഭിലാഷ് ചേരും.